ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا وحبيبنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم حق قدره العظيم ومقداره العظيم وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ മസ്ജിദിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാം ഏവരെയും നാളെ സ്വർഗത്തിൽ അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഏവരുടെയും എല്ലാ ദോഷങ്ങളും പുറത്തു മാപ്പാക്കുകയും ദീർഘായുസ്സോടെ ആഫിയത്തോടെ ജീവിക്കാനും അവസാനം അവൻ്റെ പൊരുത്തത്തിലായി മരിക്കാനും നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ മാസങ്ങളെല്ലാം സമാഗതമാവുകയാണ്. അടുത്ത ദിവസം തന്നെ പരിശുദ്ധ ശഅബാനും പിന്നെ റമദാനും സമാഗതമാകുന്നു എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മനസ്സൊരുക്കാനും കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാനും ഒരു സമയം എത്തിയിരിക്കുന്നു എന്നതാണ് ഈ പരിശുദ്ധ മാസങ്ങളുടെ സമാഗമനം കുറിച്ചു തരുന്നത്. വിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് കൂടുതൽ സന്തോഷം ജനിപ്പിക്കുന്നു എന്നത് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ പ്രാർത്ഥനകളിൽ നമുക്ക് കാണാനാവും. അതുകൊണ്ടാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട 2 മാസങ്ങൾ എന്ന നിലയിൽ റജബിലും ശഅബാനിലും ബറക്കത്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തത്. ശഅബാൻ ഒരു നിറവാണ്, സന്മാർഗത്തിൻ്റെ നിറവ്, എല്ലാത്തരം നന്മകളുടെയും നിറവാണ്. ആ നിറവുകൾ പൂർണ്ണമായ അർത്ഥത്തിൽ ജീവിതത്തിൽ കാണിച്ചുകൊണ്ടു തന്നെയാണ് മനുഷ്യനെ കൂടുതൽ സംസ്കരിക്കുകയും അതുവഴി അവൻ്റെ നിയന്ത്രണം അവനെ തന്നെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന വിധമാണ് പരിശുദ്ധ റമദാൻ നമുക്ക് സമാഗതമാകുന്നത്. അവനെ തന്നെ നിയന്ത്രിക്കുക എന്നത് വളരെ പ്രധാനമായ ഒന്നാണ്. അതുകൊണ്ടാണ് ഖുർആൻ നബിയെ അങ്ങ് അവനവൻ സ്വന്തം ഇച്ഛകളുടെ പിന്നാലെ പോകുന്ന നേരത്ത് അവൻ്റെ വക്കീലാകാൻ അങ്ങക്ക് സാധ്യമാകുമോ എന്ന് അള്ളാഹു ചോദിക്കുന്നത്. അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, സ്വന്തം ഇച്ഛയുടെ പിന്നാലെ പോകുന്നവൻ. എല്ലാം ഇന്ന് അങ്ങനെയായി മാറുന്ന കാലമാണ്. അള്ളാഹു നമ്മളേവരെയും കാക്കുമാറാകട്ടെ. അവനവൻ്റെ ഇച്ഛകൾ, അവനവൻ്റെ ഇച്ഛയെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിളിച്ച പേര് ഇലാഹ് എന്നാണ്. സാധാരണ മറ്റ് ആരാധ്യ വസ്തുക്കളെക്കുറിച്ച് പറയുമ്പോൾ ആ ആരാധ്യ വസ്തുക്കളെക്കാളും കൂടുതൽ ഭീകരമായിട്ടാണ് പടച്ച റബ്ബ് സ്വന്തം ഇച്ഛയുടെ പിന്നാലെ പോകുന്നവനെക്കുറിച്ച് അള്ളാഹു പറയുന്നത്. അവൻ്റെ ദേഹേച്ഛയെ അനുസരിക്കുകയും ആ ദേഹേച്ഛയെ പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. അതുകൊണ്ട് ഖുർആൻ്റെ ചോദ്യം ഇതാണ്, അഫ അൻത തകൂനു അലൈഹി വക്കീല, നബിയെ അവൻ്റെ വക്കീലാകാൻ സാധിക്കുമോ? എന്താണ് ഈ വക്കീൽ? വക്കീലെന്ന് പറയുന്നത് സ്വാഭാവികമായും മനുഷ്യൻ്റെ ഒരു കുറ്റവാളിയെ സ്വാഭാവികമായും അയാളെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ അയാളെ സഹായിക്കാനോ ജഡ്ജ്മെൻറ്റിന് ആവശ്യമാകുന്ന വിധം ജഡ്ജിയെ സഹായിക്കാനുള്ള ഒരാൾ കൂടിയാണ് യഥാർത്ഥത്തിൽ വക്കീൽ. അങ്ങനെ ഒരു വക്കീലായിട്ട് നിൽക്കാൻ, അതായത് അയാളുടെ കാര്യം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുന്നിടത്ത് ഒരു മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇച്ഛയുടെ പൂരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മാത്രം മുന്നോട്ട് പോകുന്നിടത്തുണ്ടാകുന്ന അപകടം,
അത് ചെറുതല്ല എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതാണ് ഖുർആൻ ആ ചോദ്യം ചോദിക്കുന്നത്. രണ്ടിടങ്ങളിലായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. നബിയെ, അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് എന്തു പറയുന്നു? അറഅയ്ത മൻ ഇത്തഖദ ഇലാഹു ഹവാ, സ്വന്തം ഇച്ഛയുടെ പിന്നാലെ പോകുന്നവനെ കുറിച്ച് അങ്ങക്ക് എന്തറിയാനാകും? ഒരു സ്ഥലത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, അവൻ്റെ ബോധം അല്ലാഹു കെടുത്തിക്കളഞ്ഞു. അവൻ്റെ ബോധം അല്ലാഹു കെടുത്തിക്കളഞ്ഞു. ഇന്ന് ബോധമില്ലാത്ത മനുഷ്യർ കൂടെ. ബോധം കെടുത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വന്തം ഉമ്മ, മാതൃഗർഭത്തിനേക്കാളും വലിയ ഒന്ന് മനുഷ്യന് കാണാൻ കഴിയില്ല ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ. അതുകൊണ്ടാണ് ഭൂമിയുടെ എല്ലാത്തിൻ്റെയും കേന്ദ്ര കഥാപാത്രമായി നിൽക്കുന്ന മനുഷ്യനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യം പഠിപ്പിച്ചതും ഉമ്മയെക്കുറിച്ച് കൂടിയാണ്. അതുകൊണ്ടാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്, മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചിരുന്നതാണ് നീ. ആ മാതൃഗർഭം അതിനായി നിന്നെ ഊട്ടാൻ, നിന്നെ ജീവൻ കൊടുത്ത് നിലനിർത്താൻ ആവശ്യമാകുന്ന വിധത്തിലുള്ള കരുതൽ, ജാഗ്രത എല്ലാം പുലർത്തിയിരുന്നു. നിന്റെ ശരീരത്തിലേക്ക് പോഷകാഹാരങ്ങൾ വലിച്ചെടുക്കുമ്പോൾ സ്വന്തം ശരീരം ശോഷിച്ചു പോയിരുന്നു. നിന്റെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്ന നേരത്ത് സ്വന്തം ആഹാരത്തിൻ്റെ രുചിഭേദങ്ങളെക്കുറിച്ചൊന്നും തിരിച്ചറിയാൻ പോലും ആ അമ്മക്ക് സാധിച്ചിരുന്നില്ല. അങ്ങനെയായിരുന്നു നമ്മുടെ ഉമ്മമാർ ഓരോരുത്തരും. നൈരുച്യം തനുശോഷണം മലമയി ശയ്യാജ സംവത്സരി, രുചിയില്ലാത്ത കാലം, തനുശോഷണം, ശരീരം ശോഷിച്ചു പോയ കാലം. എന്നിട്ട് പ്രസവാനന്തരം മലവും വിസർജ്യ വസ്തുക്കളുമെല്ലാം തൻ്റെ ശയ്യയിൽ, അതൊരു വലിയ തൻ്റെ ദേഹത്തേക്കും തൻ്റെ ശയ്യയിലേക്കും വിസർജിച്ചിടുന്നത് മുഴുവനും അതെല്ലാം ഏറ്റവും ഇഷ്ടമുള്ളതുപോലെ കരുതിയിരുന്ന കാലം. ആസ്താം പ്രസൂതി സമയേ ദുർവാര ശൂലവ്യഥ, പ്രസവ സമയത്ത് അനുഭവിച്ച വേദനയുടെ കണക്ക് പറയണോ ഞാൻ? ആ കണക്ക് പറയാനോ ആ ഗർഭകാലത്തിൻ്റെ ഭാരത്തിൻ്റെ അസഹനീയമായ അവസ്ഥകളെക്കുറിച്ച് തിരിച്ചു പറഞ്ഞു തരാനോ ഈ മകന് സാധ്യമല്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേരളത്തിലെ വളരെ പ്രഗത്ഭനായ ദിഷണാശാലിയായിരുന്ന ഒരു ദാർശനികൻ ശങ്കരാചാര്യർ. ഞാൻ പറഞ്ഞു പോയത് അറിയാതെ അങ്ങോട്ട് പോയതിന് കാരണം, ഉമ്മയെ വെട്ടിക്കൊല്ലപ്പെടുത്തുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ജീവിതം. ഈ ഉമ്മയാണ് എനിക്ക് ജന്മം നൽകിയത് എന്ന് പറഞ്ഞിട്ട് അതാണ് ഏറ്റവും വലിയ തെറ്റായി കണ്ടത്. അങ്ങനെ മാതാവിനെ കൊലപ്പെടുത്തുന്ന കാലം. എന്തേ അതിനൊക്കെ കാരണം? അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ഈ ദേഹേച്ഛയുടെ പിന്നാലെ പോയി അവസാനം ലഹരിക്ക് അടിമപ്പെട്ട് സ്വന്തം ബോധം നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വലിയ ഭീകരമായൊരു ദുരന്തത്തിൻ്റെ വക്ത്രത്തിൽ നിന്നിട്ടാണ് ആ ചെറുപ്പക്കാരൻ അങ്ങനെ ഒരു വലിയ ദുരന്തം നമുക്ക് കാണിച്ചു തരുന്നത്. മാതാവിനെ കൊലപ്പെടുത്തുന്നതിനേക്കാൾ വലിയ ദുരന്തം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചോദ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ സ്ത്രീകൾ മോശമായാൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ സ്വഹാബാക്കൾ പതറിപ്പോയി ചോദിക്കുന്നുണ്ട്, നബിയെ അകായിനുൻ, അങ്ങനെയൊക്കെ സംഭവിക്കും? അത്ര ഭീകരമായൊരു കാലം വരുമോ എന്ന്. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നു, അതിനേക്കാൾ അപ്പുറം. പറഞ്ഞു പുണ്യനബി പറഞ്ഞു, നിങ്ങൾ തിന്മയ്ക്ക് വേണ്ടി ജീവിക്കുകയും നന്മയെ നിങ്ങൾ തന്നെ തടയുകയും ചെയ്യുന്ന കാലം വരും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്ന് അങ്ങനെയെല്ലാം കെട്ടഴിഞ്ഞു പോയൊരവസ്ഥയിലേക്ക് ഞാൻ ഒരാളെ ഓർത്ത് കുറ്റം പറയല്ല, അങ്ങനെ കുറ്റം പറയാൻ യോഗ്യനുമല്ല. നമ്മളൊക്കെ തന്നെ, നമ്മളെല്ലാവരും അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കാവലില്ലെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതത്തെക്കുറിച്ചൊന്നും ആർക്കൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പടച്ച തമ്പുരാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടി അടുക്കുക. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, രക്ഷിതാവിൻ്റെ മഗ്ഫിറത്തിലേക്ക് വേഗം പോരൂ. ഈ സമയമൊക്കെ അടുക്കുമ്പോൾ കൂടുതൽ അടുത്തടുത്തു അള്ളാഹുവിലേക്ക് കൂടുതൽ വരൂ. നിന്നെ പരിശീലിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധമായ റമദാൻ വരുമ്പോൾ ആഹാരപാനീയാദികളെ മുഴുവനും മാറ്റിവെച്ചുകൊണ്ട് നിൻ്റെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് അള്ളാഹുവിലേക്ക് തന്നെ തിരിയുന്ന നേരമുണ്ടാക്കാൻ ആവശ്യമാകുന്നൊരു മനസ്സൊരുക്കം നടത്തൂ. നീ നിന്നെ ഭരിക്കുന്ന കാലത്തിലേക്ക് വരൂ. നിന്നെ ഭരിക്കാൻ എങ്ങനെയാണ് ഈ നിന്നെ ഭരിക്കൽ?
നീ നിൻ്റെ അടിമയാകാതെ പടച്ച റബ്ബിൻ്റെ അടിമയാകുമ്പോൾ സ്വയമേവ നിൻ്റെ ആഗ്രഹങ്ങൾക്കപ്പുറത്തേക്ക് നിൻ്റെ റബ്ബിൻ്റെ ഇഷ്ടങ്ങളെ നടപ്പിലാക്കാൻ നിനക്ക് സാധിക്കും. ആ സാധ്യതയിലേക്കാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് വേഗം വരണം. വജന്നത്തിൻ, സ്വർഗത്തിലേക്കും, സ്വർഗവും ഇതാ അടുത്തു നിൽക്കുകയാണ്. എന്നുവെച്ചാൽ സ്വർഗത്തിലേക്കുള്ള ഒരു മനുഷ്യൻ്റെ ക്ഷണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നടത്തുന്നത് ആ മനുഷ്യരെ എല്ലാവരെയും മഗ്ഫിറത്തു നടപ്പിലാക്കിയതിനു ശേഷം. മഗ്ഫിറത്ത് പ്രധാനമാണ്. ചിലപ്പോൾ മുഅ്മിനീങ്ങൾ, നമ്മൾ ഈ പറയുന്നത് എല്ലാ മനുഷ്യനും തെറ്റു ചെയ്യാൻ സാധ്യമാകുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ടല്ലേ പുണ്യനബി പറഞ്ഞു, നിങ്ങൾ തെറ്റൊന്നും ചെയ്യൂല, നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരവസ്ഥയുമില്ല, നിങ്ങൾ പൂർണ്ണമായും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൗലം തുദ്നിബു വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സത്യം ചെയ്തുകൊണ്ട് പറയാണ്, എൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ ആ തമ്പുരാനെ തന്നെ സത്യം, ലൗലം തുദ്നിബു, നിങ്ങൾ തെറ്റൊന്നും ചെയ്യില്ലാത്ത ആളുകളാണ് നിങ്ങൾ, എന്നിട്ട് ഇസ്തിഗ്ഫാറും ചെയ്യാൻ മടിക്കുന്ന ആൾ, എന്നുവെച്ചാൽ നിങ്ങൾ തെറ്റൊന്നും പൂർണ്ണമായി ചെയ്യാത്ത ഒരാളാണ്, അങ്ങനത്തെ ഒരവസ്ഥയിലാണ് നിങ്ങൾ മുഴുക്കെയുള്ളത്. എന്നാൽ ലദഹബല്ലാഹു ബിക്കും, പഠിച്ചോ നിങ്ങളെ അങ്ങ് മാറ്റിക്കളയും. ഈ ഹദീസ് കേട്ടാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. പുണ്യനബി പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലദഹബല്ലാഹു ബിക്കും, അള്ളാഹു നിങ്ങളെ എന്ന് വെച്ചാൽ നിങ്ങളെന്ന സമൂഹത്തെ തന്നെ അള്ളാഹു മാറ്റും. എന്തിനാണ്? വലജാഅ ബിഖൗമിൻ യുദ്നിബൂന വയസ്തഗ്ഫിറൂന ഫയഗ്ഫിറു ലഹും, തെറ്റു ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് രണ്ട് കൈകൾ ഉയർത്തിയിട്ട് കരയാൻ നിൽക്കുന്ന മനുഷ്യനെ കാണാൻ അള്ളാഹു കൊതിക്കുന്നു. തെറ്റ് ചെയ്തിട്ടു എന്നുള്ളതൊരു നിബന്ധനയല്ല, പക്ഷേ തെറ്റു ചെയ്തു പോയേക്കാം എന്നതാണ് അള്ളാഹു അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. തെറ്റു ചെയ്യാത്തൊരവസ്ഥയിൽ മനുഷ്യനെ കാണാൻ കഴിയില്ല. അങ്ങനെ കഴിയുന്ന വിഭാഗം എന്ന് പറയുന്നത് മഅ്സൂമുകളായിട്ടുള്ള മഹാന്മാരായ പ്രവാചകന്മാരാണ്. അവർ മഅ്സൂമുകളാണ്. അവർ ജീവിതത്തിൽ എവിടെയും ഒരു സമയത്തും തെറ്റു ചെയ്തിട്ടില്ലെന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം. അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്ന എന്തെങ്കിലും വരുമ്പോഴും അവിടെയൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ അത് വളരെ കരുതലോടെ കൈകാര്യം ചെയ്തിട്ട് പറയും, അത് ആ അർത്ഥത്തിൽ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും വിശദീകരിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ പ്രവാചകന്മാർ മഅ്സൂമുകളാണ്. പിന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കൾ മഹ്ഫൂലുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അത്തരം കാവലുകൾ ഉണ്ടാകാം. പക്ഷേ സാധാരണ മനുഷ്യരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ തെറ്റു ചെയ്യാവുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ചില ഹദീസുകളൊക്കെ ഇങ്ങനെ വേണ്ടി പറയാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എൻ്റെ അടിമ അദ്നബ അബ്ദുൻ ദംബൻ, ഒരടിമ തെറ്റ് ചെയ്തു, എന്നിട്ട് ഫഖാല അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി, പടച്ചവനെ നീ എനിക്ക് പുറത്തേറണേന്ന് ദ്വാരുന്നു. ഫഖാല തബാറക വ തആല, എന്നിട്ട് പിന്നെ അള്ളാഹു പറയാണ്, അദ്നബ അബ്ദി ദംബൻ ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ് വയഖുദു ബിദ്ദംബ് ثم عاد فأذنب فقال أي ربي اغفر لي ذنبي فذكر مثله مرتين. അടിമ തെറ്റ് ചെയ്തു, അള്ളാഹു പുറത്തു കൊടുത്തു. ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ, അപ്പോൾ അവന് മനസ്സിലായി എനിക്ക് പുറത്ത് തന്നെ ഒരു പടച്ചവനുണ്ടെന്ന് മനസ്സിലായി. തെറ്റ് പിന്നെയും ചെയ്തു, പിന്നെയും അവൻ മടങ്ങി. അപ്പോഴൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, അവനിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവന് ഒരൊറ്റ കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ഇതെല്ലാം പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒരു തമ്പുരാൻ, ഒരു ഉടമസ്ഥൻ, എൻ്റെ നാഥൻ എനിക്ക് മഗ്ഫിറത്ത് തരുന്നവനായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ടെന്ന് അവന് ബോധ്യമുണ്ട് എന്ന് അള്ളാഹു സന്തോഷിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ചെറുപ്പക്കാരെ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം തെറ്റ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ പുറത്തു കൊടുത്താൽ മതി, അങ്ങനെ ഒരു തൗബ, അങ്ങനെ ഒരു സ്വീകരണത്തിനല്ല. ഹൃദയം കലങ്ങിയ തൗബയാണത്, ഹൃദയം കലങ്ങിയ തൗബ. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു തെറ്റിലേക്ക് തിരിച്ചു പോകില്ലെന്ന ബോധ്യത്തോടു കൂടെ ചെയ്യുന്ന തൗബയാണ്. പക്ഷെ അപ്പോഴും മനുഷ്യ സഹജമായി ഉണ്ടായേക്കാവുന്ന ആ ഒരവസ്ഥയുടെ മുമ്പിൽ നിങ്ങൾ നിരാശാക്കയത്തിലേക്ക് പോകരുത് എന്നതിനാണ് ഞാൻ ഈ ഹദീസുകൾ മുന്നിൽ വച്ചത്. കാരണം എന്തേ? അള്ളാഹു അത്രമേൽ സ്വീകാര്യതയോടെ അടിമയുടെ ഈ വേപതു കാണാനും അവൻ്റെ സങ്കടങ്ങൾക്ക് കൂടെ നിൽക്കാനും അവൻ്റെ പാപത്തെ പൊറുക്കാനുമായി അള്ളാഹു കാത്തിരിക്കുന്നു എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. അതെത്ര ഭീകരമായ തെറ്റിൻ്റെ മുമ്പിലാണെങ്കിലും. അതുകൊണ്ടല്ലേ വഹ്ശി വരുമ്പോൾ വഹ്ശിയുടെ ഒറ്റ ചോദ്യം അതാണ്, ഞാൻ ഭീകരനായ കൊലയാളിയാണ്, ഞാൻ കൊന്നയാൾ
അങ്ങക്കൊരിക്കലും സഹിക്കാനാവാത്ത വിധം അങ്ങയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അങ്ങയുടെ പ്രിയപ്പെട്ട പിതൃവ്യൻ്റെ ശരീരത്തിലേക്ക് ചാട്ടുളി പായിച്ചവനാണ് ഞാൻ. അപരാധിയാണ്, കൊലയാളിയാണ്, മഹാഘാതകനാണ്. എനിക്ക് പുറത്തു തരുമെന്ന് പറയാൻ എനിക്കത് വിശ്വസിക്കാനാവുന്നില്ലെന്ന് പറയുമ്പോഴാണ് ആകാശത്ത് നിന്ന് വന്നത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, ഏ നബിയെ പറയണം, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തിന്മകളിൽ ഇങ്ങനെ വ്യാപരിച്ച് പോയിട്ടുള്ള എൻ്റെ അടിമകളെ എന്ന് വിളിച്ചിട്ട് പറയണം. എന്താ വിളിച്ചിട്ട് പറയേണ്ടത്? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ലെന്ന് പറയണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. ആരോടാ? ഏറ്റവും വലിയ കൊലയാളി. പിന്നെയും ആ മനുഷ്യനെ കാണുമ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, വശീ, എൻ്റെ മുഖത്തേക്കും എൻ്റെ നേരേക്കും വേഗം വരരുതേ. ആ സങ്കടം പെയ്തൊഴിഞ്ഞു പോയിട്ടില്ല, ആ കണ്ണുനീര് അവസാനിച്ചിട്ടില്ല, ആ ദുഃഖത്തിൻ്റെ, ആ കഥനത്തിൻ്റെ, ആ മഹാഭാരത്തിൽ നിന്ന് ഞാൻ ഇപ്പോഴും ഒഴിഞ്ഞു പോയിട്ടില്ല. അത്രമേൽ എന്നെ സങ്കടപ്പെടുത്തിയതാണ് മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൊലപാതകം. ആ പരിശുദ്ധ ശരീരം വികൃതമായി കിടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ മറുഭാഗത്തും അങ്ങനെ വികൃതമാക്കിയാലോ എന്ന് ആലോചിച്ചു പോയൊരു സന്ദർഭമുണ്ട്. അപ്പോഴും പരിശുദ്ധ ഖുർആൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, അങ്ങനെ പറയാനും അങ്ങനെ ചെയ്യാനും അങ്ങക്ക് യോഗ്യതയുണ്ട്, പക്ഷേ അതിനേക്കാളും അപ്പുറം ക്ഷമിക്കുക എന്ന് പറയുന്ന ഉത്തമമായൊരു സ്വഭാവ ഗുണമുണ്ടട്ടോ നബിയെ എന്ന് ഓർമ്മപ്പെടുത്തിയതാണ് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ പറയാൻ നബി അങ്ങക്ക് യോഗ്യതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ അത്ര പ്രതികാരബോധത്തോടെ തിളച്ചുമറിയുന്നൊരു മനുഷ്യൻ്റെ മനസ്സിനെ ഒറ്റയടിക്ക് അവസാനിപ്പിക്കൂ എന്ന് പറയല്ല ഖുർആൻ ചെയ്തത്. അങ്ങനെ പറയാനുള്ള ന്യായമുണ്ട് നബിയെ അങ്ങക്ക്, പക്ഷേ ആ ന്യായത്തിനും അപ്പുറത്ത് ക്ഷമിക്കാനാണ് അങ്ങയെപ്പോലൊരു ഉദാത്തനായ മനുഷ്യന് കഴിയുക എന്ന് പഠിപ്പിച്ചു അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. അതുകൊണ്ട് റസൂൽ അപ്പോഴേ തന്നെ പിൻവാങ്ങി. ആയത്തിറങ്ങുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഞാൻ പിൻവാങ്ങുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്താണ് ചെയ്യാൻ തീരുമാനിച്ചത്? ഈ ഭാഗത്ത് ആ പരിശുദ്ധമായ ശരീരത്തെ വികൃതമാക്കി, ആ കരളെടുത്ത് ചവച്ചു തുപ്പി, ആ നെഞ്ചു പിളർന്ന്, ആ ഭീകരമായ ഭാവം, അത്തരമൊരു വികൃതമായ അവസ്ഥ കാണുന്ന നേരത്ത് സങ്കടപ്പെയ്ത്തുകൊണ്ട് പുണ്യനബി പറഞ്ഞു പോയതാണത്. പക്ഷെ തിരിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത്, ആ ഒരു വല്ലാത്ത ഭീകരത സൃഷ്ടിച്ച മനുഷ്യനെ പോലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിളിച്ചു പറയുന്നത് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല എന്നാണ്. പിന്നെ ആ മനുഷ്യൻ, നമ്മളിപ്പോൾ ആ മനുഷ്യൻ്റെ പേര് കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? റളിയല്ലാഹു അൻ എന്നാണ്. റളിയല്ലാഹു അൻ, അള്ളാഹു ആ മനുഷ്യനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, പെടട്ടെ എന്ന് ദ്വാരക്കാൻ. മഹാനായ വഹ്ശി റളിയല്ലാഹു അൻഹുവിന് ശേഷം മാത്രമേ പിന്നെ ലോകം കണ്ട ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചരിത്രത്തിലെ ആധ്യാത്മികാചാര്യന്മാരായി പിന്നെ വന്ന വലിയ വലിയ മഹാപണ്ഡിതന്മാർ, വലിയ വലിയ മശായിഖുമാർ, അവരൊക്കെയും ഈ മഹാനായ വഹ്ശി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പദവിക്ക് താഴെ മാത്രമേ വരുന്നുള്ളൂ. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി, മഹാനായ ഇമാം ഗസാലി, ഞാനിവരെയൊക്കെ ഇങ്ങനെ പ്രത്യേകം പറയാൻ കാരണം, ഒരാൾ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ദാർശനികമായിട്ടുള്ള അതിൻ്റെ വലിയ ഒരു യുദ്ധത്തിൻ്റെ മുഖത്ത് ഏറ്റവും വലിയ സംഭാവന ചെയ്ത ദാർശനിക ആചാര്യൻ എന്ന് വിളിക്കാൻ പറ്റിയ ആളാണ് ഇമാം ഗസാലി, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹിമഹുല്ലാ. മറ്റേയാൾ ഇസ്ലാമിക ആധ്യാത്മികതയുടെ ചരിത്രത്തിൻ്റെ ചക്രവർത്തി പദം ഏറ്റെടുത്ത മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞു വച്ചത്, എല്ലാവരെയും ചേർത്ത് വെച്ചാലും വഹ്ശി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പടവുകൾക്ക് താഴെ മാത്രമേ മഹാനായ ഈ മഹാരഥന്മാരായ മശായിഖന്മാർക്ക്, ഈ ഇമാമുകൾക്ക്, ഈ മഹാപണ്ഡിതന്മാർക്ക് ചെന്ന് നിൽക്കാനാവുന്നുള്ളൂ എന്നിടത്ത് നിന്നിട്ടാണ് എത്ര വലിയ തൗബയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിച്ചത്. എത്ര വലിയ വലിപ്പമാണ് മുഹമ്മദ് നബിയുടെ പരിശുദ്ധ റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് അള്ളാഹു നൽകുന്നത്. നിങ്ങളെ സഫൊക്കെ ഒന്നും കൂടി ഒന്ന് അടുത്തിരുന്നോളൂ കേട്ടോ. ആളുകൾ വരുമ്പോൾ കൂടുതൽ ഒന്ന് സഫ് റെഡിയാക്കണേ പരമാവധി. അപ്പോൾ എത്ര വലിയ കാര്യത്തിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇലാ മഗ്ഫിറത്തിലേക്ക് പോവുക. മഗ്ഫിറത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അതിലേക്ക് പോകല്ല. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ
3 പേരിങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കച്ചവടം ശരിയായില്ല, എനിക്ക് ദാമ്പത്യകാലത്ത് എനിക്ക് മക്കളുണ്ടാകുന്നില്ല, എനിക്ക് സമ്പത്ത് പലപ്പോഴും നഷ്ടപ്പെടുന്നു. ഈ 3 കാര്യങ്ങൾ 3 പേര് ചോദിക്കുമ്പോഴൊക്കെ മഹാനായ ഹസൻ ബസീർ റളിയല്ലാഹു തആല അൻഹു ഉത്തരം കൊടുത്തതൊക്കെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് കൂട്ടാനാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇസ്തിഗ്ഫാർ കൂട്ടാൻ. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, എന്താ 3നും ഒറ്റ ഉത്തരമേ ഉള്ളൂ? കുറേ ഉത്തരങ്ങൾ പറയുന്നവരാണ് പുതിയ കാലത്തെ ആളുകൾ, പക്ഷെ ഒരേ ഉത്തരം പറഞ്ഞപ്പോഴാണ് ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതെ, നൂഹ് നബി അലൈഹി ഇസ്ലാം തൻ്റെ ജനതയെ ഉപദേശിക്കുന്നുണ്ട്. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മഹാനായ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാം ഞാൻ ആ സമൂഹത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, അള്ളാഹു കാര്യമായി ധാരാളമായി പുറത്തു തരുന്നവനാണ്. എന്നിട്ട് അതിന് എന്താണ് ആ പൊറുക്കലിനെ തേടിയുള്ള ഭൗതിക മെച്ചം എന്നുകൂടി അള്ളാഹു പറഞ്ഞു. മനുഷ്യന് ഈ ഭൂമിയിലും ജീവിക്കേണ്ടവനാണ്. ഭൂമിയിൽ ആധ്യാത്മികതയുടെ നന്മ വിടർന്നാൽ അവിടെ ഭൂമി അതുപോലെ ഭാസുരമാകും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കാൻ. ഭൂമി അധർമ്മത്തിൻ്റെ കേദാരമായാൽ അവിടെ കുഴപ്പങ്ങളും നാശങ്ങളും പ്രകൃതി ദുരന്തങ്ങളും വലിയ വലിയ അർത്ഥത്തിലുള്ള യുദ്ധങ്ങളും സമൂഹ നഷ്ടങ്ങളും ഉണ്ടാകുന്നു എന്നത് ഇനി പറയാതെ നമുക്ക് മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കാൻ ഏറ്റവും വലിയ ധിക്കാര രാജ്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ നിസ്സഹായതയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതാണ്. ഇപ്പോഴും ആ ധിക്കാരം മാറിയിട്ടില്ല. വീണ്ടും ഇസ്രായേലിന് ആയുധമണിയിക്കാൻ വേണ്ടി അമേരിക്ക തയ്യാറാകുമ്പോൾ അതേ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളാണ് കത്തിച്ചാമ്പലായത്. അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോസ് ആഞ്ചൽസ്, അതായത് മാലാഖമാർ വന്നു നിൽക്കുന്നു എന്ന് പറയുന്ന പോലെ ഭൂമിയിലെ താരകങ്ങളായി നിൽക്കുന്ന സിനിമാ താരങ്ങൾക്ക് വസിക്കാനും കൂടി കഴിഞ്ഞ അത്രമേൽ വലിയ സമ്പന്നമായിരുന്ന അത്രമേൽ സമൃദ്ധമായിരുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളാലും അനുഗ്രഹീതമെന്ന് പറയാവുന്ന ഒരു നാടിനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിമിഷവേഗങ്ങളുടെ കാറ്റുകൊണ്ട് കത്തിച്ചു കളഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അധർമ്മം പെരുകുമ്പോൾ അള്ളാഹു അധർമ്മത്തിനനുസൃതമായിട്ടുള്ള ഭൂമിയെ അള്ളാഹു നിശ്ചയിക്കും. ധർമ്മം പെരുകുമ്പോൾ ഭൂമിക്ക് അതിനുള്ള അനുഗ്രഹങ്ങളും അള്ളാഹു തരും. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, യുർസിലി സമാ അലൈക്കും മിദ്റാറൻ, നിങ്ങൾക്കായി ആകാശം പെയ്യും. വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, നിങ്ങൾക്ക് സമ്പത്തിൻ്റെയും അതുപോലെ തന്നെ മക്കളുടെയും സഹായം കിട്ടും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാവുകയും നിങ്ങൾക്ക് മക്കളെ, സന്താന ലഭ്യത, സന്താന സൗഭാഗ്യം നിങ്ങൾക്ക് തരികയും ചെയ്യും. വയജ്അൽ ലക്കും അൻഹാരൻ, നിങ്ങൾക്ക് അരുവികളെ ഒരുക്കിത്തരും എന്നും അള്ളാഹു പറയുന്നു. അത് പറഞ്ഞിട്ടാണ് ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഇത് 3 അല്ലേ ഞാൻ പറഞ്ഞു കൊടുത്തത്? 3 കാര്യമല്ലേ ചോദിച്ചത്? സമ്പത്തിൻ്റെ നഷ്ടം ചോദിച്ചപ്പോൾ നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞു. കച്ചവടം നഷ്ടത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞു. സന്താന സൗഭാഗ്യം ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് കൂടുതൽ ചെല്ലാൻ പറഞ്ഞു. കൃഷിയിടങ്ങൾ പൂക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ മഴ ലഭ്യമാകാൻ, അരുവികൾ ഒഴുകാൻ, അങ്ങനെ എല്ലാത്തിനും വേണ്ടി, അങ്ങനെ കൃഷി സമൃദ്ധമാവാൻ, അതിനെല്ലാം വേണ്ടിയും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയാൻ പറഞ്ഞു. അപ്പം അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ്ക്ക് കൂടുതൽ, അതായത് മനസ്സൊരുക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ പറയുന്നത്. ഇസ്തിഗ്ഫാറിലൂടെ മനസ്സൊരുക്കാൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു പാപമോചനത്തിന് വേണ്ടിയുള്ള തേട്ടത്തെയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞു തന്നത്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, സ്വർഗത്തിലേക്ക് വേഗമാകാൻ അസ്തഗ്ഫിറുല്ലാഹ് കൂട്ടണം. മനുഷ്യനാണ് അവൻ്റെ സഹജബോധത്തിൽ നിലനിൽക്കുന്ന പാപബോധം. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പഠിപ്പിച്ചതാണ്. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, മനുഷ്യൻ്റെ ആത്മാവിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 2 പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പടച്ച റബ്ബ് പറഞ്ഞത്. ഒന്ന്, അവനിൽ ഫുജൂർ, അവനിൽ എല്ലാത്തരം തിന്മയും അവനിൽ അധർമ്മബോധം അതുണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവൻ്റെ ആത്മാവിൽ സന്നിവേശിപ്പിച്ച മറ്റൊന്ന്, അവൻ്റെ ആത്മാവിൽ സംസ്കാരം കൊടുത്തു, തഖ്വ. ആ തഖ്വയും അവന് കൊടുത്തു. ഇനി എന്ത് തീരുമാനിക്കണമെന്ന് അവൻ്റെ വിവേകം തീരുമാനിക്കണം, അവൻ്റെ വിവേചന ബോധം തീരുമാനിക്കണം. ആ വിവേചന ബോധം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന് നൽകി. എന്തും തീരുമാനിക്കാം, ചരിത്രത്തെ അവന് ഉൾക്കൊള്ളാം, സമൂഹങ്ങളുടെ ചരിത്രത്തെ അവന് പഠിക്കാം, പ്രവാചകന്മാരുടെ ദർശനങ്ങളെ അവന് മനസ്സിലാക്കാം.
ആ ദർശനങ്ങൾ മനസ്സിലാക്കുമ്പോഴോ ആ ദർശനങ്ങളുടെ വിജയഗാഥയിൽ മനുഷ്യ സംസ്കാരത്തിൻ്റെ അത്യുന്നതമായിട്ടുള്ള അതിൻ്റെ വലിപ്പത്തെ പ്രവാചകന്മാർ കാണിച്ചു തന്ന പന്താവിനെ എല്ലാം അവന് പഠിക്കാനാവും. അതെല്ലാം അവന് പഠിക്കാൻ കഴിയണം. അപ്പോൾ സ്വർഗത്തിലേക്ക് അവന് വേഗമാകാനാവും. ഏതാ ഈ സ്വർഗം? അർളുഹസ് സമാവാത്തു വല്ലർ. ഈ പ്രപഞ്ചത്തിലെ നമ്മൾ കാണുന്ന നമ്മുടെ ഈ ദൃശ്യം എന്ന് പറയാവുന്ന ഈ കാണുന്ന പ്രപഞ്ചത്തെക്കാളൊക്കെ വലുതാണ് സ്വർഗീയമായിട്ടുള്ള അവൻ്റെ വികാസം എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. എന്താണ് അല്ലാഹു ആലം. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞതിനെക്കുറിച്ച് പോലും മഹാനായ ഇമാം റാസി റഹ്മഹുല്ലാ തങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ കാണുന്ന പ്രപഞ്ചത്തെക്കാളും വലിയ പ്രപഞ്ചങ്ങൾ ഉണ്ടായിക്കൂടാന്നുണ്ടോ? എത്രയോ നൂറ്റാണ്ട് മുമ്പാണ് ഇമാം റാസി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഇന്നിപ്പോൾ ആധുനിക കാലത്തെ ശാസ്ത്രലോകം പറയുന്നു മൾട്ടിവേഴ്സ്. ഒരു പ്രപഞ്ചം മാത്രമാവണമെന്നുണ്ടോ? പല പ്രപഞ്ചം ഉണ്ടായിക്കൂടെ? പ്രപഞ്ചത്തിൻ്റെ എന്നിട്ടും നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ, അതായത് കാണാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അടുത്തറിയാൻ പറ്റുമെന്നോ നമ്മൾ അഹങ്കരിച്ച് പറയുന്ന ആ പ്രപഞ്ചത്തെക്കുറിച്ച് പോലും മനുഷ്യനൊന്നും പഠിച്ചു തീർന്നിട്ടേ ഇല്ല. വലിയ വലിയ പ്രഗത്ഭരായ ശാസ്ത്രകാരന്മാർ പറഞ്ഞു, അവർ പ്രസൻറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ റിയാലിറ്റി ഈസ് ഇൻകംപ്ലീറ്റ്. നമ്മൾ ഈ പഠിച്ചതൊക്കെ അപൂർണ്ണാണ്. എന്നിട്ട് മനുഷ്യനിങ്ങനെ അഹങ്കരിക്കാൻ. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ച വലിയ വലിയ ആളുകൾ, നൊബൽ പ്രൈസ് ലഭ്യമായിട്ടുള്ള ആളുകൾ, അവർ തന്നെ പറഞ്ഞു അവർ പ്രസൻറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ റിയാലിറ്റി ഈസ് ഇൻകംപ്ലീറ്റ്. നമ്മുടെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ചുമുള്ള പഠനങ്ങളൊക്കെയും ഇപ്പോഴും അപൂർണ്ണമായിട്ട് നിൽക്കാൻ, ലോജിക്കലി ഫ്ലോഡ്. അതെല്ലാം യുക്തിഭദ്രമെന്ന് പറയാൻ കഴിയുന്നില്ല. ഇനിയും പഠിക്കാൻ, വെൽ മിസ്റ്റീരിയസ്, ഇനിയും രഹസ്യങ്ങളുടെ വലിയ കലവറകൾ തുറക്കാനുണ്ട്. പ്രപഞ്ചത്തിനൊരു ടോണുണ്ട്, പ്രപഞ്ചത്തിന് പ്രത്യേകമായ താളമുണ്ട്, ഒരു റിതം അങ്ങനെ ഒന്ന് കാണുന്നുണ്ട്. ആ റിതം എന്തിനാണ്? ആരാണ് ആ താളമിട്ടുന്നതാരാണ്? ആ ശ്രുതി ഭംഗമില്ലാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട അതിലെ കലാകാരൻ ആരാണ് എന്ന ചോദ്യം ആധുനിക ശാസ്ത്രം ചോദിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അവിടെ നിന്നിട്ടാണ് ആകാശഭൂമികളെക്കാളും വലുതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കായി സംവിധാനിച്ചിട്ടുള്ള സ്വർഗം എന്ന് പടച്ചറബ് പറയുന്നു. അർളുഹസ് സമാവാതു വല്ലർദ് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചു. ആരായി മുത്തഖി? മുത്തഖി എന്ന് പറയുന്നത് ജീവിതമാസകലം അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാത്തരം നന്മകളെയും പുഷ്പിപ്പിക്കുന്നവനാണ് മുത്തഖി. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. എപ്പോഴും സന്തോഷം വരുമ്പോൾ മാത്രമല്ല, സങ്കടം വരുമ്പോഴും. സങ്കടം വരുമ്പോൾ മാത്രമല്ല, സന്തോഷം വരുമ്പോഴും. ഞാൻ ആ രണ്ട് പദങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാൻ കാരണം രണ്ട് രീതിയാണ് മനുഷ്യരുടെ. ചിലപ്പോൾ സങ്കടം വരുമ്പോൾ വല്ലാതെ നേർച്ചയാക്കും. കൊറോണ കാലം വന്നപ്പോൾ, അതുപോലെ തന്നെ വലിയ പ്രളയം വന്നപ്പോൾ ചില സഹോദരന്മാരെ നമ്മളിങ്ങനെ കണ്ട തമാശ ഇതായിരുന്നു. പ്രളയം വന്നപ്പോൾ വേഗം ഗോഡൗണുകളൊക്കെ തന്നെ തുറന്നു കൊടുത്തു. നല്ല മനുഷ്യൻ്റെ സ്വഭാവമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ മറ്റൊന്നുകൂടി ഉണ്ട്, ഇതോട് തീർന്നു എന്നാണ്. എന്നാൽ അതിനൊരു നേർച്ചയാക്കലാണ്. അപ്പോൾ എല്ലാം കൂടി ചെയ്തു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വല്ലാണ്ട് വലിച്ചു. അപ്പോൾ ഖുർആൻ ഇങ്ങനെയാണ് പറയുന്നത്, ഏതു സമയത്തും അതായത് ഒരു മനുഷ്യൻ്റെ സങ്കടങ്ങളുടെ കാലത്തും അവൻ്റെ സന്തോഷത്തിൻ്റെ കാലത്തും യുൻഫിഖൂൻ, അവൻ ചെലവഴിച്ചുകൊണ്ടേയിരിക്കും. ആരാവൻ? സത്യവിശ്വാസി. എന്തുകൊണ്ട്? മിമ്മ റസഖ്ന, അള്ളാഹു തന്നതിൽ നിന്നാണ് ഇതെല്ലാം കൊടുക്കുന്നതെന്ന ബോധ്യമുണ്ടായാൽ എൻ്റേതല്ലാത്തൊരു വസ്തുവിനെ പിന്നെ എനിക്കെന്തിനാണ് പിടിച്ചു വെക്കേണ്ട കാര്യം? മുഅ്മിനീങ്ങളെ, എൻ്റേതല്ലാത്തൊരു സമ്പത്തിനെ പിന്നെ ഞാൻ എന്തിനു പിടിച്ചു വെക്കണം? അള്ളാഹു തന്നത് പടച്ച റബ്ബാണ്. അവൻ്റെ ഇഷ്ടത്തിന്, അവൻ്റെ തീരുമാനത്തിന്, അവൻ്റെ നിർദ്ദേശത്തിന്, അതിനു വേണ്ടി മാത്രമായി ആ സമ്പത്തിനെ ചെലവഴിക്കുന്നതിനെയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ പറയുന്നത്. അവൻ്റെ ഇഷ്ടത്തിനപ്പുറത്തല്ല, അവൻ്റെ ഇഷ്ടത്തിനെതിരല്ല. ആ ഇഷ്ടത്തിനെതിരായതെല്ലാം ധൂർത്താണ്, തെറ്റാണ്, കുഴപ്പമാണ്, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി ചെലവഴിക്കാൻ ചാക്കൊടുത്തു നിന്ന സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇനിയൊന്നും കൊടുക്കാനില്ല. അന്നത്തെ ദിവസം പുറത്തിറങ്ങാനാവുന്നില്ല, അന്നത്തെ ജമാഅത്തിന് പങ്കെടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാം കൊടുത്തപ്പോൾ പിന്നെ ഒന്നുമില്ലാതായപ്പോൾ അങ്ങനെ വസ്ത്രത്തിന് പോലും അങ്ങനെ ഒരു ചാക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് അവിടെ മാലാഖമാരും അതുപോലെ തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ്. അത്രമേൽ കൊടുത്ത ഒരു മനുഷ്യൻ്റെ പേരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ്. അതുകൊണ്ടാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എല്ലാം കൊടുത്ത കുറേ ആളുകളുണ്ട്, എനിക്കൊന്നും കൊടുക്കാനുമില്ല. അതുകൊണ്ട് ഇനി എനിക്കൊരു ശരീരമുണ്ട്, മാംസലമായ ശരീരമുണ്ട്. അള്ളാഹുവേ, ഈ മാംസല ശരീരം നിന്റെ മാർഗത്തിൽ അങ്ങ് ചെലവഴിച്ചാലോ?
അതുകൊണ്ടാണ് ആ ശരീരം കൊത്തിപ്പറിക്കപ്പെട്ടപ്പോൾ, ആ ശരീരം വികൃതമാക്കപ്പെട്ടപ്പോൾ ഖുർആൻ ഇങ്ങനെ ഇറങ്ങി വന്നു, ഇങ്ങനെ പറഞ്ഞു വച്ചു, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹ അലൈഹി. സത്യവിശ്വാസികളിൽ ചില ആൺകുട്ടികളുണ്ട്, അവർ അള്ളാഹുവിനോട് ചെയ്ത കരാറ് പാലിച്ചുപോയി. മഹാനായ സയ്യിദുന ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, എപ്പോഴും ഏതു സമയത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണ കാര്യം പറയുമ്പോൾ എനിക്കെന്താ പറ്റുകയെന്ന് ചിന്തിക്കുന്നവർ, അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. ഞാൻ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പോലും അങ്ങനെ കുറേ ആളുകളെ കാണാറുണ്ട്. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ആദ്യം എന്ന് പറയുന്നവർ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിലും അവർക്ക് ആദ്യത്തെ പദവികൾ അള്ളാഹു കൊടുക്കട്ടെ. ഞാൻ ആദ്യം എന്ന് പറയാൻ മത്സരിക്കാൻ. യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, ഏതവസ്ഥയിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയുന്നവർ. അവരുടെ മുന്നേ നടന്നുപോയവർ അങ്ങനെയായിരുന്നു എന്നാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. വൽ കാലിമീനൽ ഗൈദ് വൽ ആഫീന അനിൻ നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അൽ കാലിമീനൽ ഗൈദ്, ദേഷ്യം വന്നാൽ അതും പിടിച്ചു നിർത്താൻ പറ്റുന്നവർ. വൽ ആഫീന അനിൻ നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവർ. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ദേഷ്യം വരുമ്പോഴേക്കും ആ ദേഷ്യത്തെ എങ്ങനെയെങ്കിലും പ്രയോഗിക്കണമെന്ന് ആലോചിക്കുന്നിടത്ത് നിന്നല്ല, ആ ദേഷ്യത്തെ എങ്ങനെയെങ്ങാണ് സഹിപ്പിക്കുക, അതിനെ എങ്ങനെയാണ് നിയന്ത്രിക്കുക എന്നിടത്താണ് സത്യവിശ്വാസി നിൽക്കുന്നത് എന്നാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതാണ് കലം, പിടിച്ചു നിർത്തലാണ്. വലിയ ദേഷ്യമൊക്കെ വരുമ്പോൾ ആ ദേഷ്യം പിടിച്ചു നിർത്തലാണ്. അയാളെക്കുറിച്ചാണ് മുത്തഖി എന്ന് അള്ളാഹു പറഞ്ഞത്. ദേഷ്യം വന്നാൽ അതങ്ങനെ തന്നെ പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നയാളല്ല എന്ന്. മഹാനായ ഖലീഫ അൽ മൻസൂർ എന്ന് പറയുന്ന പ്രഗത്ഭനായ രാജാവിൻ്റെ മുമ്പിൽ മഹാനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു എന്ന സൂഫിയും പണ്ഡിതനും ആധ്യാത്മിക ആചാര്യനും ഒക്കെ ആയിട്ടുള്ള മഹാനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു ഇരിക്കാൻ. അപ്പോൾ ഒരാളെ കൊണ്ടുവന്നു. അയാൾ തെറ്റു ചെയ്തതിൻ്റെ പേരിൽ, രാജ്യത്തിനെതിരായിട്ടുള്ള തെറ്റു ചെയ്തതിൻ്റെ പേരിൽ കൊല ചെയ്യണമെന്ന് തീരുമാനമെടുത്ത് രാജാവിൻ്റെ പ്രഖ്യാപനം വന്നു. ആ രാജാവിൻ്റെ പ്രഖ്യാപനം വന്നപ്പോൾ മഹാനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹുവിന് മൻസൂറിനോട് പറഞ്ഞു, ഖലീഫ മൻസൂറിനോട്, അമീറുൽ മുഅ്മിനീൻ, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നതായി ഇങ്ങനെയുണ്ട്. എന്താണ്? ഇദാ കാന യൗമൽ ഖിയാമത്തി നാദാ മുനാദിൻ ബൈന യദൈല്ലാഹി അസ്സ വജല്ല മൻ കാനത് ലഹു യദുൻ ഇൻദല്ലാഹ് ഫലിയതഖദ്ദം ഫലാ യതഖദ്ദമു ഇല്ലാ മൻ അഫാ അൻ ദംബ്. അല്ലാഹുവിൻ്റെ റസൂൽ പറയാൻ, ഒരാൾ നാളെ യൗമുൽ ഖിയാമയിൽ വിളിച്ചു പറയും, അല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു കരാറുള്ള ആരെങ്കിലും ഉണ്ടോ? അയാൾ വേഗം സ്വർഗത്തിലേക്ക് പൊക്കോളാൻ പറയും. അങ്ങനെ ആ കരാറുള്ള ആളാരാ? കരാറുള്ള ആൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് പുറത്തു കൊടുത്ത ആളാണ്. മനുഷ്യർക്ക് പുറത്തു കൊടുക്കണം. തെറ്റുകൾ, തിന്മകൾ എന്തൊക്കെ സംഭവിച്ചാലും അത് തിരുത്താൻ അയാൾ ആഗ്രഹിച്ചാൽ അതിന് പുറത്തു കൊടുക്കാൻ സാധിക്കണം. വല്ലാഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മുഴുവൻ പുറത്തു കൊടുക്കണം. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു അങ്ങനെയുള്ള മുഹ്സിനീങ്ങളായ ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഞാൻ ഈ ആയത്ത് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ കാരണം, ഇന്ന് മുതൽ നമ്മളിങ്ങനെ ഒന്ന് മാറ്റത്തിന് വിധേയമാകണം. അതിനു മുമ്പ് മാറണ്ടായിരുന്നു എന്നല്ല. ഇന്ന് മുതലെങ്കിലും നമ്മൾ ഷഅബാനിലേക്ക് കടക്കുമ്പോൾ, റമദാൻ ആഗതമാകുമ്പോൾ ജീവിതത്തെ വീണ്ടും വീണ്ടും പുതുക്കി പണിതുകൊണ്ടേയിരിക്കണം. ഒരു വട്ടം പണിതു, അതുകൊണ്ട് അവസാനിച്ചതല്ല ജീവിതം. വീണ്ടും വീണ്ടും. അല്ലെങ്കിൽ പിന്നെ ഒറ്റ റമദാൻ മതിയായിരുന്നു ആയുസ്സിൽ. ഒറ്റ റമദാനല്ല, ഒറ്റ നിസ്കാരമല്ല, ഒറ്റ ഹജ്ജല്ല. എന്തേ കാരണം? ഈ ആവർത്തിതമായി വരുന്നുകൊണ്ടേയിരിക്കുന്നത്, ഋതുഭേദങ്ങൾ മാറി വരുന്നത് പോലെ ആരാധനയുടെ മാറ്റങ്ങളെയും അതുപോലെ ഇങ്ങനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് കാണിച്ചു തരുന്നത് മനുഷ്യൻ്റെ സഹജമായ അവൻ്റെ തെറ്റുകളെ വീണ്ടും വീണ്ടും പുറത്തും കഴുകിയും ശുദ്ധീകരിച്ച് അവനെ അവസാനം യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞ് വിളിക്കാൻ അള്ളാഹു കാത്തിരിക്കാൻ, സംപ്രീതമായ ആത്മാവേ പോന്നോളൂ എൻ്റെ സ്വർഗത്തിലേക്ക് എന്ന് പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എല്ലാ ആഴ്ചയും ഇങ്ങനെ പറയുമ്പോൾ ഒരു ആവർത്തന വിരസതയും തോന്നണ്ട. കാരണം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു സ്ഥാപനം നടന്നു പോകുന്നത്. ഇവിടെ ഈ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ആവശ്യമായ താമസ സൗകര്യം ഒക്കെ ഒരുക്കാൻ അതിനാവശ്യമായിട്ടുള്ള, ഞാൻ പറഞ്ഞു പലവട്ടവും, 7-8 ലക്ഷമൊക്കെ രൂപ ഓരോ മാസം വരുന്നുണ്ട്. വലിയ കടത്തിലേക്ക് പോകാതെ അങ്ങ് രക്ഷപ്പെട്ടു പോകാൻ നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സഹായം ഉണ്ടാവുകയും വേണം. പല സഹോദരന്മാർ കാര്യമായി സഹായിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെല്ലാം രണ്ട് ലോകത്തും അല്ലാഹു സഹായിക്കട്ടെ. കാരണം ഇത് ഇങ്ങനെ തന്നെയാണ്. കച്ചവടം പൊട്ടി അപ്പോൾ എന്നല്ല, എപ്പോഴും എന്തു സമയത്തും. ഇപ്പം കുറച്ച് മോശമാണെന്ന് പറയുന്നവരെക്കാൾ കൂടുതൽ അപ്പോഴും എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെയൊക്കെ സഹായിക്കട്ടെ.
അങ്ങനെ എല്ലാവരും ഒന്ന് സഹായിക്കണം, എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം. ഭക്ഷണം, നിങ്ങളുടെ മക്കളുടെ കല്യാണങ്ങളോ മറ്റൊക്കെ വരുമ്പോൾ ഇങ്ങനൊരു വിദ്യാർത്ഥികളിവിടെ ഉണ്ട്, 100ഓളം വിദ്യാർത്ഥികളിവിടെ പഠിക്കുന്നു, ദീൻ പഠിക്കുന്നു. അവർ +1 മുതൽ ഡിഗ്രിയും പിന്നെ PGയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. അവർ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശരീഅത്തിൻ്റെ വിവരങ്ങളെ കിതാബോധി തന്നെ പഠിക്കുന്നു. അങ്ങനെ രണ്ടും കൂടി സമന്വയിപ്പിക്കുന്നു. അങ്ങനെ സമഞ്ജസമായ ഒരു സമ്മേളനം ഇവിടെ നടക്കുന്നു, വിജ്ഞാനത്തിൻ്റെ ഒരു സമ്മേളനം. അവിടെ സംസ്കൃതമുണ്ട്, ഉറുദു ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാ ഭാഷയിലും പഠിക്കുന്നു. എല്ലാം പറയാനും എല്ലാം അറിയാനും കഴിയുന്ന ഇനി പുതിയ കാലത്തിൻ്റെ മുമ്പിലേക്ക് അവർക്ക് ചെല്ലാൻ കഴിയുന്ന വിധം അവരെ പ്രാപ്തമാക്കണം. എല്ലാം പൂർണ്ണമാണെന്ന് ഞാൻ പറയുന്നില്ല, പ്രാപ്തമാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.